കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരായേക്കില്ല. ഇഡി സമൻസ് ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ്. ചോദ്യം ചെയ്യലിന് ഹാജരാകണമോ വേണ്ടയോ എന്ന് തോമസ് ഐസക്കിന് തീരുമാനിക്കാമെന്ന് കോടതി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി നിരവധി തവണ സമൻസ് ലഭിച്ചെങ്കിലും തോമസ് ഐസക് ഒഴിഞ്ഞുമാറുകയാണ്. ജനുവരി 12-നും 21-നും ഹാജരാകാൻ സമൻസുകൾ ലഭിച്ചെങ്കിലും 2 തവണയും ഹാജരാകാതിരുന്ന ഡോക്ടർ തോമസ് ഐസക് സമൻസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുകയായിരുന്നു. 1.5 വർഷം മുമ്പ് നൽകിയ സമൻസിൽ വ്യക്തിഗത വിവരങ്ങൾ തിരക്കിയെന്ന് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് ആദ്യ സമൻസ് കോടതി റദ്ദാക്കിയിരുന്നു. ഇഡി വേട്ടയാടുകയാണെന്നും സമൻസ് സിംഗിൾ ബെഞ്ച് ഉത്തരവിന് വിരുദ്ധമാണെന്നുമാണ് ഡോക്ടർ തോമസ് ഐസക്കും കിഫ്ബി സിഇഒ KM എബ്രഹാമും വാദിക്കുന്നത്. ഫെമ ചട്ടലംഘന കേസിലാണ് മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഇഡി അന്വേഷണം നേരിടുന്നത്. കിഫ്ബി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട ഫയലുകൾ ഹാജരാക്കാനും ഇഡി നിർദ്ദേശിച്ചിരുന്നു. സദുദ്ദേശത്തിലല്ല തോമസ് ഐസക് ഇഡി സമൻസ് ചോദ്യം ചെയ്യുന്നതെന്ന് ഇഡിയും കോടതിയെ അറിയിച്ചിട്ടുണ്ട്. വ്യക്തിഗത വിവരങ്ങൾ തിരക്കിയതെന്ന് പരാതിയുള്ള സമൻസ് കോടതി റദ്ദാക്കിയെങ്കിലും അന്വേഷണ വിവരങ്ങൾ തിരക്കി സമൻസ് നൽകുന്നത് തടഞ്ഞിരുന്നില്ല. കിഫ്ബി മസാല ബോണ്ട് ഫണ്ട് വിനിയോഗം, മസാല ബോണ്ട് പണം വകമാറ്റിയതിലെ ഫെമ നിയമലംഘനം എന്നിവയിലാണ് ഇഡി അന്വേഷണം. പണം വകമാറ്റിയതിന് തെളിവുകളുണ്ടെന്നും ഇഡി വാദിക്കുന്നു. കിഫ്ബിയുടെ 2150 കോടി രൂപയുടെ മസാല ബോണ്ട് ഇടപാടുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന CAG കണ്ടെത്തലിനെ തുടർന്നാണ് ഫണ്ട് ഇടപാടുകളിൽ അന്വേഷണം നടന്നത്. ജനം, കൊച്ചി.